ചെറിയ ബഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് 45 ലക്ഷം രൂപയ്ക്ക് ഇതായി ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പുളിയറക്കോണം ജംഗ്ഷന് സമീപമാണ്. പുളിയറക്കോണത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മയിലാടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാവുംപുറം റൂട്ടിലേക്ക് ഒരു 300 മീറ്റർ വരുമ്പോൾ തന്നെ ഒരു RC പള്ളിയെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരിക. ഇടതുവശത്തായിട്ടൊരു വാഹന പുക പരിശോധന കേന്ദ്രം കാണാം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് വെൽക്കം ലൈൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. നമുക്കിതാ ഈ റോഡ് കണ്ടോ, റോഡ് ടാറിങ് ആയിട്ടില്ല കേട്ടോ. ആ ഒരു ടാറിങ് ആവാത്ത ആ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വീടെടുത്ത് ഇതിൻ്റെ ബാക്കി താമസം തുടങ്ങുന്ന സമയത്ത് മോസ്റ്റ്ലി അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്കും ഇത് പഞ്ചായത്തിന് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അവർ ഉടനെ ടാറിങ് ചെയ്ത് നൽകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഇനത്തിലും നല്ലൊരു ലാഭമായിട്ട് തീരുന്നുണ്ടാവും. എന്താ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം വരുന്നത്. ടോട്ടലായിട്ട് 3.5 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമുക്കിവിടെ വലിയൊരു കാർ തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. നമുക്ക് വീടിൻ്റെ ചുറ്റോട്ടാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതാ ഈ ഭാഗത്തായിട്ടൊരു കിണറും വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ നമുക്ക് എടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു 700 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അലിന്ദം എന്ന് പറഞ്ഞാൽ അലുമിനിയം ഇൻഡസ്ട്രീസിൻ്റെ ഒരു റിലയൻസ് ഡിവിഷൻ നമുക്കിവിടെ നിന്ന് തൊട്ടടുത്താണ്. അതുപോലെ പുളിയറക്കോണത്ത് തന്നെ പെൻബോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഈ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. പക്ഷേ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിന് സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇതാ ഈ കയറി വരുമ്പോൾ നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിവശമായിട്ട് വരുന്നുണ്ടാവും. സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചണിൽ വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ഉണ്ട്. പിൻവശത്ത് ആ തെങ്ങൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് പ്രയോജനപ്പെടുത്താം. നമ്മുടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ബെഡ്റൂമിലാണെങ്കിൽ ഈ രീതിയിൽ കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ താഴേക്കും സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ബാത്റൂം ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് വരുന്നത്. സാനിറ്ററി വെയർസ് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ രീതിയിൽ ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് നമ്മുടെ റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ നോക്കി നമുക്ക് ആ സീലിങ്ങിലുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കും ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു ഫാൻസി ലൈറ്റൊക്കെ വെച്ച് നീറ്റ് ആക്കിയിട്ടുണ്ട്. മേളത്തെ നിലയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ബെഡ്റൂംസാണ് വരുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് ഈ റൂമിൻ്റെ ഈ ഒരു സ്പേസിലായിട്ടാണ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ്. ശരിക്കും ഇതിൻ്റെ ഈ ഒരു ബാൽക്കണി സ്പേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊരു ലോ ബഡ്ജറ്റ് വീടാണെന്ന് തോന്നത്തില്ല കേട്ടോ. ആ രീതിയിലാണ് ബാൽക്കണി സ്പേസ് വരുന്നത്. ഇവിടെ നോക്കിയ ഫ്രണ്ടിൽ അവിടം തൊട്ട് ഇങ്ങനെ ചുറ്റി വളരെ വലിയൊരു പാർട്ടി ഏരിയ കണക്കാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഉള്ളത്. ഇവിടെ എല്ലാം പർഗോള ചെയ്ത് അതിൻ്റെ മേളിൽ ടഫൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ചുറ്റോട്ടം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് വീടുകളുള്ള ലൊക്കേഷനാണ്. എനിക്കിതിൽ തോന്നിയ ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മളെ റോഡ് ടാറിങ് ആയിട്ടില്ല. പക്ഷേ അതിപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ 3 മാസത്തിനകത്ത് നമുക്ക് ടാറിങ്ങും ആവുന്നുണ്ടാവും. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നമുക്ക് ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്ന് കയറിയാൽ മതി. 100 മീറ്റർ പോലും ഡിസ്റ്റൻസ് വരുന്നില്ല ബസ് റൂട്ടിലേക്ക് കയറാനായിട്ട്. ആ രീതിയിലുള്ളൊരു ലൊക്കേഷൻ മിസ്സാക്കണ്ട.